ദൈവത്തെ മാത്രം ആഗ്രഹിക്കുക, അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ സംതൃപ്തമാകും. വിശുദ്ധ അഗസ്റ്റിൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്തീനോസിനോടുള്ള 9 ദിവസം നീണ്ടു നിൽക്കുന്ന നൊവേനയുടെ ആദ്യ ദിനത്തിലാണ് നാം. ഈ നവനാളിൻ്റെ ഓരോ ദിനവും വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയായ കൺഫെഷൻ അഥവാ കുമ്പസാരം എന്ന പുസ്തകത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. AD 354 അൾജീരിയയുടെ വടക്കുകിഴക്കേ അതിർത്തിയിലുണ്ടായിരുന്ന തകാസയിൽ നവംബർ 13-ാം തീയതി വിശുദ്ധയായ മോനിക്കയുടെയും വിജാതീയനായ പട്രീഷ്യസിൻ്റെയും കടിഞ്ഞൂൽ പുത്രനായി പിറന്നു. സഹോദരങ്ങൾക്ക് ഉത്തമ മാതൃക നൽകുന്ന നല്ലൊരു ജ്യേഷ്ഠനായിരുന്നു അഗസ്റ്റിൻ. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മഡോറസിൽ ആരംഭിച്ചുവെങ്കിലും ചില കാരണങ്ങളാൽ അത് മുടങ്ങുകയും വീട്ടിൽ കഴിയുകയും ചെയ്തു. എന്നാൽ 371 ഉപരിപഠനത്തിനായി കാർത്തേജിലെത്തുകയും മനിക്കേസത്തിലേക്ക് തിരിയുകയും ചെയ്തു. ദൈവത്തിൽ നിന്നും അമ്മ പകർന്നു കൊടുത്ത പുണ്യങ്ങളിൽ നിന്നും അകന്ന് നരകത്തിൻ്റെ പടിവാതിലായ തിന്മയിലേക്കും ലൗകിക സുഖങ്ങളിലേക്കും അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു. തൻ്റെ ഉപരിപഠനത്തിനു ശേഷം നല്ല വാക്ചാതുര്യമുള്ള ഒരു പ്രാസംഗികനായി മാറുകയും അതിനുശേഷം അധ്യാപകനായും അഭിഭാഷകനായും അദ്ദേഹം തൻ്റെ ജീവിതം തുടർന്നു കൊണ്ടുപോയി. എന്നാൽ തൻ്റെ ഈ ജീവിതം പാപച്ചേറ്റിൽ കിടന്നു പിടയുന്നത് അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പാപത്തിൻ്റെ ഇരുണ്ട ഗർത്തത്തിൽ പോലും ഒരു പാപിക്ക് തുണയായി ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന് കൂടുതൽ ദൃഢത നൽകിക്കൊണ്ട് മനസാക്ഷിയുമായി ദീർഘവും നിരന്തരവുമായ സമരത്തിനു ശേഷം അതിന് കീഴടങ്ങി തൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമെന്നോണം 385 ഉയർപ്പ് തിരുനാൾ ദിനം തൻ്റെ പാപത്തിൽ നിന്നുയർത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് 33-ാം വയസ്സിൽ യഥാർത്ഥ കത്തോലിക്കനും 36-ാം വയസ്സിൽ പുരോഹിതനും 41-ാം വയസ്സിൽ ഹിപ്പോയിലെ ബിഷപ്പുമായി അഭിഷിക്തനായി. മിലാനിലെ ബിഷപ്പായ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും വിശുദ്ധ അഗസ്റ്റിനെ ദൈവിക പ്രകാശത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ക്രിസ്തുവിൻ്റെ ആശ്ലേഷത്തിൽ ആനന്ദിക്കുവാനും ഇടയാക്കി. ആദ്യം മനിക്കേയിസം പഠിച്ചു തള്ളി, പിന്നെ പ്ലോട്ടോണിസം പഠിച്ച് വെളിച്ചം കണ്ട് ഒടുവിൽ വിശുദ്ധ ഗ്രന്ഥം പഠിച്ച് കണ്ണു തെളിഞ്ഞ സത്യാന്വേഷിയാണ് വിശുദ്ധ അഗസ്റ്റിൻ. ചെറുതും വലുതുമായ 103 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹം ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതരുടെ വേദപാരംഗതനുമാണ്. ജീവചരിത്രകാരനായ പ്രൊസീഡിയൂസ് പ്രസ്താവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഗ്രന്ഥങ്ങളേക്കാൾ മെച്ചമാണെന്നത്രേ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തെ വിശുദ്ധരിൽ വെച്ച് വിജ്ഞനും വിജ്ഞരിൽ വെച്ച് വിശുദ്ധനുമായി ഉയർത്തിയത്. ഈ മഹാവിശുദ്ധൻ്റെ ജീവിതം നാം ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, ഒരു തുള്ളി വെള്ളമായ എൻ്റെ ഈ ലോക ജീവിതത്തിൽ വ്യർത്ഥ കാര്യങ്ങൾക്ക് പിറകെ ഞാൻ നെട്ടോട്ടമോടുമ്പോൾ, നാഥാ, ഈ ലോകവാസമാകുന്ന ജലഗണത്തിനപ്പുറം നിത്യജീവൻ എന്ന മഹാസമുദ്രമുണ്ടെന്ന തിരിച്ചറിവ് എനിക്ക് നൽകണമേ. പാപവഴികൾ വെടിഞ്ഞ് പുണ്യവഴി തേടുവാനും പാപത്തെക്കുറിച്ചോർത്ത് അനുതപിച്ച് സ്വർഗരാജ്യത്തിലെ വലിയ സന്തോഷത്തിൻ്റെ കാരണമാകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.